അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ടൈപ്സ് ഓഫ് മീനാണ്. അതായത് നമ്മൾ അരിത്തമെറ്റിക് മീൻ പഠിച്ചു, ജോമെട്രിക് മീൻ പഠിച്ചു, അതേപോലെ തന്നെ ഹാർമോണിക് മീനും പഠിച്ചു. അപ്പോൾ ഇതെല്ലാം എന്താണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മെഷറാണ് പഠിക്കാനുള്ളത്, അത് മീഡിയനാണ്. അപ്പോൾ മീഡിയൻ എന്താണെന്ന് നോക്കാം. അതായത് മീഡിയൻ എന്ന് വെച്ചാൽ median is defined as a middle most observation when observations are arranged in ascending or descending order. അതായത് നമ്മുടെ ഒബ്സർവേഷൻസ് ഒരു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷനെയാണ് നമ്മളെപ്പോഴും മീഡിയനായിട്ട് എടുക്കുക. ഓക്കെ, അതായത് മീഡിയൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിനി ഡെഫിനിഷൻ ഫോർ എ റോ ഡാറ്റ, ഒരു റോ ഡാറ്റേൻ്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് സപ്പോസ് റോ ഡാറ്റയിൽ ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണുള്ളത്. അതായത് അതിൽ ഒബ്സർവേഷൻസ് ഓഡ് നമ്പർ ആണ്. നമ്മളിപ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 എക്സെട്ര, അതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഉള്ളതെങ്കിൽ എന്നുള്ള കേസാണ് നോക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിന് ഒരൊറ്റ മിഡിൽ വാല്യൂ ഉണ്ടാവുള്ളൂ, അതായത് അത് മീഡിയൻ ആവും അല്ലേ. ഒരു ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആകുമ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് എടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 5 ഒരു ഓഡ് നമ്പറാണ്, അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ 3/3 ഒബ്സർവേഷൻ ആവും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് n+1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണൊരു ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ, അങ്ങനെ ഒരു കേസിലാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അതായത് ഈവൻ ആകുമ്പോൾ 2, 4, 6, 8, 10 എക്സെട്ര, അതാണ് ഈവൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? 2 മിഡിൽ വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുക. ഓക്കെ, 2 മിഡിൽ വാല്യൂസിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിനെയാണ് നമ്മൾ മീഡിയനായിട്ട് എടുക്കുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് n/2 ആൻഡ് n/2 + 1. അപ്പോൾ n/2 ആൻഡ് n/2 + 1th ഒബ്സർവേഷൻ ആയിരിക്കും ഒരു ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ് ഫ്രം ദ ഫോളോയിങ് ഹൈറ്റ്സ് ഓഫ് 9 സോൾജിയേഴ്സ്. അതായത് 9 സോൾജിയേഴ്സിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതാണ് ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് ഒരു ഓർഡറിലാക്കി എഴുതണം അല്ലേ. അതായത് നമുക്കിപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിലാവുമ്പോൾ എങ്ങനെയാണെന്ന് ചെറുത് മുതൽ നമ്മൾ ഓർഡർ ചെയ്ത് പോവാം, ചെറുതെന്ന് വലുതിലേക്ക് പോവാം. അപ്പോൾ അതിവിടെ ഓർഡർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീഡിയൻ കാണാൻ നോക്കാം. അതായത് നമ്മൾ റോ ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് കാണുക? അതായത് n+1/2. ഓക്കെ, ഇപ്പോൾ n+1/2 എന്ന് പറയുമ്പോൾ ഇവിടെ n എത്രയാണ്? നമുക്ക് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? ഇവിടെ 9 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ n എന്ന് പറഞ്ഞത് 9 ആണ്. അപ്പോൾ 9 + 1/2 അതായത് 5. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ 5, അതായത് 5th വാല്യൂ അല്ലെങ്കിൽ 5th ഒബ്സർവേഷൻ ആണ് ഇവിടുത്തെ മീഡിയൻ. അപ്പോൾ ഇവിടുത്തെ 5th ഒബ്സർവേഷൻ 175 ആണ്. അപ്പോൾ ഇതിലെ മീഡിയൻ എന്ന് പറയുന്നത് 175 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഡെഫിനിഷൻ ഫോർ ഫ്രീക്വൻസി ഡാറ്റ. അപ്പോൾ നമ്മൾ റോ ഡാറ്റേൻ്റെ മീഡിയൻ എങ്ങനെയാണ് കാണാൻ നോക്കി. ഇനി അടുത്തത് ഒരു ഫ്രീക്വൻസി ഉള്ള, അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എങ്ങനെ കാണാൻ നോക്കാം. അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 2 പാർട്സ് ആക്കിയിട്ട് ഈക്വലി അതിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിലെ മീഡിയൻ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഫോർമുലയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് m = L + n/2 - m/f × c ആണ് ഇതിൽ മീഡിയൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ അതിൽ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. അപ്പോൾ മീഡിയൻ ക്ലാസ് എന്ന് വെച്ചാൽ എന്താ? ദ ക്ലാസ് ഇൻ വിച്ച് n/2 ഒബ്സർവേഷൻ ഫാൾസ്.
അതായത് n/2th ഒബ്സർവേഷന് എവിടെയാണോ വരുന്നത് അതാണ് മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ m. പിന്നെ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ്, അതാണ് ക്യാപിറ്റൽ ലെറ്റർ n ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ m എന്ന് വെച്ചാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയം ക്ലാസ്. പിന്നെ c ക്ലാസ് ഇൻ്റർവെൽ ഓഫ് മീഡിയം ക്ലാസ് ആണ്. പിന്നെ f എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി ഓഫ് മീഡിയം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഈക്വേഷൻ വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എങ്ങനെ കാണാമെന്ന്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നിട്ട് അതായത് എന്താ നോക്കാം. കാൽക്കുലേറ്റ് മീഡിയം ഫോർ ദ ഗിവൺ ഡാറ്റ ബിലോ. നമുക്കൊരു ക്ലാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്ലാസ് ആദ്യം നമ്മൾ എഴുതി, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത് അതും എഴുതിയിട്ടുണ്ട്. അതായത് -0.0 ആകുമ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് കുറച്ചിട്ടെടുക്കുക, അതേപോലെ അതിൻ്റെ ഒരു പോയിൻ്റ് കൂട്ടിയിട്ട് കൊടുക്കുക. ഇല്ല, അതായത് നമ്മളിപ്പോൾ ഇവിടെ കിട്ടിയുള്ളത് ഇത് ലോവർ ലിമിറ്റ് 0ഉം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 6ഉം ആണല്ലേ. അപ്പോൾ ലോവർ ലിമിറ്റ് -0.5ഉം അപ്പർ ലിമിറ്റ് 0.5 6.5 ഒരു 0.5 കൂട്ടുക. ലോവർ ലിമിറ്റിൽ മൈനസ് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതിൽ നമുക്ക് വരാനുള്ളത് 7 to 13 ആണ് ക്ലാസ്. അപ്പോൾ അതിൽ നമ്മൾ അതേപോലെ തന്നെ 0.5 കുറയ്ക്കുക ലോവർ ലിമിറ്റിൽ, അപ്പർ ലിമിറ്റിൽ 0.5 കൂട്ടുക. അപ്പോൾ അങ്ങനെ ആക്ച്വൽ ക്ലാസ് അതാവും. അത് നമ്മൾ എല്ലാത്തിലും അതേപോലെ ചെയ്ത് എഴുതുക. പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ നമ്മളൊരു ഫ്രീക്വൻസീൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിട്ടുള്ളത്. അതായത് 17 + 8 അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുക. അതേപോലെ തന്നെ 17 + 28 53. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഓരോന്നിനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി കാണണം, അതിവിടെ 80 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞത് ഇവിടെ വരുന്നത് 13.5 to 20.5 ആണ് ഇവിടുത്തെ മീഡിയം ക്ലാസ്. അപ്പോൾ അതിൻ്റെ L എന്ന് പറഞ്ഞത് അതായത് നമുക്കറിയാം ലോവർ ലിമിറ്റ് ഇവിടെ ഉള്ളത് 13.5 ആണ്. പിന്നെ n/2 എന്ന് പറഞ്ഞാൽ n ഇവിടെ 80 ആണ്. അപ്പോൾ 80/2 എന്ന് പറഞ്ഞത് 40 ആണ്. അപ്പോൾ അതാണ് n/2. പിന്നെ c ഇവിടെ 7 ആണ് കിട്ടിയിട്ടുള്ളത്. c എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ ആണ്. ക്ലാസ് ഇൻ്റർവെൽ ഇവിടെ ഓരോന്നിൻ്റെയും 7 ആണ്. പിന്നെ m എന്ന് പറഞ്ഞത് എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയം ക്ലാസ്. m 25 ആണ്. പിന്നെ അടുത്തത് വന്നിട്ട് എഫ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം ക്ലാസ് ആണ്. അത് നമുക്ക് 28 ആണ് കിട്ടിയുള്ളത്. പിന്നെ അത് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. m = L + n/2 - m/f × c എന്നുള്ള ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാം ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുക. അതായത് 13.5 + n/2 എന്ന് പറഞ്ഞാൽ 40 - m അതൊക്കെ ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ കൊടുക്കുക /28 × 7. അപ്പോൾ 13.5 അതേപോലെ എഴുതി. പിന്നെ 40 - 25 15 ആണ്. 15/28 അതായത് 15 × അപ്പുറത്തെ 7 ഉണ്ട്, അത് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 13.5 + 15/4 ആണ് കിട്ടുക. അപ്പോൾ 15/4 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.75 കിട്ടും. അപ്പോൾ 13.5 + 3.75 അതായത് 17.25 ആണ് ഇവിടെ കിട്ടുന്ന മീഡിയൻ. അപ്പോൾ 17.25 എന്ന് പറഞ്ഞത് വരുന്നത് അതായത് ഇവിടുത്തെ 13.5 to 20.5 എന്നുള്ള ക്ലാസ്സിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ